ഒരു വലിയ രാഷ്ട്രീയ ജീവിതത്തിനാണ് തിരിച്ചടി വീണിരിക്കുന്നത്. പ്രക്ഷോഭത്തിൻ്റെ കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മാത്രമല്ല, വാർദ്ധക്യത്തിൻ്റെ ദശാസന്ധിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കടുത്ത യൗവനം നിലനിർത്തിയിരുന്ന പ്രക്ഷോഭകാരി തന്നെയായിരുന്നു. SKN തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ VS നടന്നു നീങ്ങിയ അതേ ഇടനാഴിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം കാണാൻ വേണ്ടിയിട്ട് നാനാ ദിക്കിൽ നിന്നുള്ള ആളുകൾ, രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ, ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകൾ VS അച്യുതാനന്ദന്റെ ഭൗതിക ദേഹം കണ്ടു കഴിഞ്ഞു. കൃത്യം 2:30 തന്നെ ഇവിടെ നിന്നും വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്ര പറവൂരിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ മുൻ DGP അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN സാധാരണക്കാരായ ആളുകൾ, സമൂഹത്തിലെ വളരെ സാധാരണക്കാരായ ആളുകൾ, കൂലി പണിക്കാർ, കർഷകർ തുടങ്ങിയിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തിനകത്ത് നിന്ന് മാത്രമല്ല പുറത്തു നിന്ന്, ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് തമിഴ്നാട്ടിൽ നിന്നടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. നിലവിൽ ഈ സെക്രട്ടേറിയറ്റിനുള്ളിലെ ദർബാർ ഹാളിൽ 2-3 ഗേറ്റ് വഴിയാണ് ഈ ആളുകളെ കടത്തിവിടുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തെക്കേ ഗേറ്റ് വഴി കടത്തിവിടുന്നതിൽ ആയുർവേദ കോളേജ് മുതൽ തന്നെ ഇപ്പോഴും ക്യൂ ഉണ്ട്. പക്ഷെ 2:30 മണിയോടുകൂടി തന്നെ ആ ക്യൂ കഴിയുമെന്ന് നിലവിൽ അങ്ങനത്തെ ഒരു രീതി കണക്കുകൂട്ടൽ വന്നാൽ അത് തെറ്റായിരിക്കും. കാരണം അത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ക്രമീകരിക്കുക ഉള്ള കാര്യത്തിൽ സംഘാടകർ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊക്കെ തന്നെ ആലോചിക്കേണ്ടി വരും. പക്ഷേ വടക്കേ ഗേറ്റ് വരെ അവിടെയും ഇത്തരത്തിൽ പാളയം സാഫല്യം കോംപ്ലക്സ് വരെയൊക്കെ തന്നെയാണ് അത്ര ക്യൂ നീളുന്നത്. അങ്ങനെ 2-3 ഗേറ്റ് വഴിയാണ് ഇത്രയും ആളുകളെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം കാണുന്നത്. ഞാൻ നേരത്തെ നിരവധി തവണ മുഖ്യമന്ത്രി ഒപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനും ഒക്കെ തന്നെ ആയിരിക്കെ ഈ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം എത്രയോ തവണ നടന്നു നീങ്ങിയ ഇടനാഴികളാണ്. അവസാനമായി 2019 വരെയും അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ ഈ പൊതുപ്രവർത്തന മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെ 2019 വരെയും അദ്ദേഹം നിരവധി തവണയും അവസാനം എത്തി 2019 ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ നിത്യേന സന്ദർശനം നടത്തിയിരുന്നത്. പിന്നീട് അതിനുശേഷം 2019 ശേഷം അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലോട്ട് കാര്യമായ രീതിയിൽ വരാൻ അദ്ദേഹത്തിന്റെ അവശത മൂലം സാധിച്ചിരുന്നില്ല. അദ്ദേഹം ആദ്യം കവടിയാറിലായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷനായിരിക്കും താമസിച്ചത്. പിന്നീടാണ് ലോ കോളേജ് ജംഗ്ഷനുള്ള അദ്ദേഹം അവിടെ വേലിക്കകത്ത് വീട്, അതായത് പുന്നപ്ര പറവൂരിലെ അതേ വീട് ഇവിടെ തിരുവനന്തപുരത്തും അങ്ങനെ ഒരു വീട് വാങ്ങി അവിടെ താമസമായിരുന്നു 2019 ശേഷം. അങ്ങനെ ഈ സെക്രട്ടേറിയറ്റുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത് തലസ്ഥാനത്ത് നമുക്ക് വന്നാൽ മനസ്സിലാകും. അങ്ങനെ ഈ സെക്രട്ടേറിയറ്റിനകത്തും VS അച്യുതാനന്ദന്റെ ഭൗതികത ഇല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദുഃഖം ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ തളം കെട്ടി കിടക്കുകയാണ് SKN.